Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 4 ശനിയാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റിനിൽ സർക്കാർ സേവനങ്ങൾ ഇനി മുതൽ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാകും. പൊതുജനങ്ങൾക്ക് ആശ്വാസമേകി വിവിധ 18 സർക്കാർ സ്ഥാപനങ്ങളിലായി 93 സേവനങ്ങളാണ് അധികൃതർ 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായി ഡിജിറ്റൽവൽക്കരിച്ചത്. നടപടിക്രമങ്ങൾ ലളിതമാക്കിയതിലൂടെ നീണ്ട കാത്തിരിപ്പും പേപ്പർ വർക്കുകളും ഒഴിവാക്കാൻ പുതിയ പരിഷ്കാരത്തിലൂടെ സാധിച്ചു. അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള സമയം 25% കുറച്ച അധികൃതർ ആവശ്യമായ അനുബന്ധ രേഖകളുടെ എണ്ണം പകുതിയായി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി, LMRA, ഭവന മന്ത്രാലയം തുടങ്ങിയ പ്രമുഖ വകുപ്പുകളിലെ സേവനങ്ങൾ ഇതോടെ കൂടുതൽ കാര്യക്ഷമമായി മാറി. ഉപഭോക്താക്കളുമായുള്ള കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് ബഹ്റിനിൽ ഒരു ടൂറിസം ഓഫീസ് അധികൃതർ പൂട്ടിപ്പിച്ചു. ഉപഭോക്താക്കൾക്ക് നൽകിയ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ ഓഫീസ് ഗുരുതരമായ വീഴ്ച വരുത്തിയതായി ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻസ് അതോറിറ്റി നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ടൂറിസം മേഖലയിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ കർശനമാക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായാണ് BTEAയുടെ ഈ ശക്തമായ നടപടി. ബഹ്റിൻ സിനിമാ ലോകത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും അഭിമാന നിമിഷം. പ്രശസ്ത ബഹ്റൈനി സംവിധായകൻ സൽമാൻ യൂസഫ് ഒരുക്കിയ സീഡ് എന്ന ഹ്രസ്വചിത്രം 12ാമത് സൗദി ചലച്ചിത്രമേളയിൽ മികച്ച ഗൾഫ് നറേറ്റീവ് ഹ്രസ്വചിത്രത്തിനുള്ള ഗോൾഡൻ പാം പുരസ്കാരം കരസ്ഥമാക്കി. ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളെയും മനുഷ്യത്വത്തെയും ലളിതമായി ദൃശ്യവൽക്കരിച്ച ചിത്രം മേളയിലുടനീളം പ്രേക്ഷകരുടെയും ചലച്ചിത്ര നിരൂപകരുടെയും സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പിലൂടെ 12,000-ലധികം ബഹ്റിൻ ദിനാർ തട്ടിയെടുത്ത കേസിൽ പ്രതിയുടെ 5 വർഷത്തെ തടവ് ശിക്ഷയും നാടുകടത്തലും അപ്പീൽ കോടതി ശരിവച്ചു. തടവ് ശിക്ഷയ്ക്ക് പുറമെ 10,000 ദിനാർ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്. സ്വദേശി പൗരനെ വ്യാജ ഓൺലൈൻ ലിങ്കിലൂടെ കബളിപ്പിച്ച് ബാങ്ക് വിവരങ്ങൾ ചോർത്തിയാണ് പ്രതി പണം തട്ടിയത്. ബാങ്ക് ഇടപാട് രേഖകളും ഫോൺ സന്ദേശങ്ങളും ഉൾപ്പെടെയുള്ള ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി. ബഹ്റിൻ രാജ്യത്തോടും അതിന്റെ ശക്തമായ ഭരണ നേതൃത്വത്തോടുമുള്ള ആദരവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് സീറോ മലബാർ സൊസൈറ്റി ലോയൽറ്റി പ്ലഡ്ജ് വിജയകരമായി സംഘടിപ്പിച്ചു. ശാന്തിയും സൗഹൃദ സഹവർത്തിത്വവും ഉറപ്പാക്കുന്നതിൽ ബഹ്റിൻ ഭരണകൂടം കാണിക്കുന്ന പ്രതിബദ്ധതയെ സിംസ് കുടുംബാംഗങ്ങൾ അഭിനന്ദിച്ചു. തങ്ങൾ അഭിമാനത്തോടെ താമസിക്കുന്ന ഈ രാജ്യത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും നിയമങ്ങളോടുള്ള ആദരവും ചടങ്ങിൽ പങ്കെടുത്തവർ ഒരേ മനസ്സോടെ ആവർത്തിച്ചുറപ്പിച്ചു. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjan's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993.
ബഹ്റിൻ വിദ്യാഭ്യാസ ഗുണനിലവാര അതോറിറ്റിയുടെ ഏറ്റവും പുതിയ അവലോകനത്തിൽ ഇന്ത്യൻ സ്കൂളിന് ഗുഡ് റേറ്റിംഗ് ലഭിച്ചു. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ സ്കൂൾ പുലർത്തുന്ന പ്രതിബദ്ധതയെ റിപ്പോർട്ട് പ്രത്യേകം അംഗീകരിച്ചു. നേട്ടത്തിന്റെ ഭാഗമായി ലഭിച്ച BQA സിൽവർ മെമന്റോയും സർട്ടിഫിക്കറ്റും പ്രിൻസിപ്പൽ VR പളനിസ്വാമി, സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസിന് ഔദ്യോഗികമായി കൈമാറി. ഭരണസമിതി, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരുടെ കൂട്ടായ ശ്രമമാണ് ഈ അക്കാഡമിക പുരോഗതിക്ക് പിന്നിലെന്നും അവലോകന ശുപാർശകൾ അടിസ്ഥാനമാക്കി കൂടുതൽ മികച്ച കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമിക്ക് യുണൈറ്റഡ് പാരന്റ് പാനലിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദ്യമായ യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ UPP ഭാരവാഹികൾ ചേർന്ന് അദ്ദേഹത്തിന് സ്നേഹോപഹാരവും പൊന്നാടയും സമർപ്പിച്ചു. കഴിഞ്ഞ 25ലധികം വർഷങ്ങളായി ഇന്ത്യൻ സ്കൂളിന്റെ വിദ്യാഭ്യാസ മികവിനും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ക്ഷേമത്തിനുമായി VR പളനിസ്വാമി നൽകിയ സമർപ്പിത സേവനങ്ങളെ ചടങ്ങിൽ പ്രശംസിച്ചു. തന്റെ സേവന കാലയളവിൽ UPP നൽകിയ മികച്ച സഹകരണത്തിന് പ്രിൻസിപ്പൽ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ബഹ്റിൻ രാജ്യത്തോടും ഭരണാധികാരി ഹിസ് മജസ്റ്റി ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയോടുമുള്ള ആദരവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് ബഹ്റിൻ മാർത്തോമ ഇടവക ചരിത്രപരമായ പ്രതിജ്ഞാരേഖയിൽ ഒപ്പുവച്ചു. 6 പതിറ്റാണ്ടിലേറെയായി രാജ്യം നൽകിപ്പോരുന്ന സുരക്ഷയ്ക്കും ആരാധനാ സ്വാതന്ത്ര്യത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് അൽ ബുഹേർ മാർത്തോമ കോംപ്ലക്സിലായിരുന്നു ചടങ്ങ്. ഇടവക വികാരി റവറൻ ബിജു ജോണിന്റെയും മറ്റ് സഭാ നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികൾ പ്രതിജ്ഞാ രജിസ്റ്ററിൽ ഒപ്പുവച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും പുരോഗതിക്കുമായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയ ചടങ്ങിൽ ഒപ്പിട്ട ചരിത്രരേഖ അധികാരികൾക്ക് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വടകര സഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ആലിബുരിയിലെ അൽ മെറ്ററി പൂളിൽ വിപുലമായ കുടുംബസംഗമം സംഘടിപ്പിച്ചു. 150ലധികം അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒത്തുചേരലായി മാറി. കൺവീനർ അജേഷ്, കോർഡിനേറ്റർ MM ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പൂൾ പാർട്ടിയും എന്റർടൈൻമെന്റ് സെക്രട്ടറി സുനിൽകുമാർ ഏകോപിപ്പിച്ച വിവിധ കലാവിനോദ പരിപാടികളും സംഗമത്തിന് ആവേശം പകർന്നു. പ്രസിഡന്റ് NP മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി MC പവിത്രൻ സ്വാഗതം ആശംസിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ സുമേഷ് അനേരി സ്പോൺസർ ചെയ്തു. സംഘടനാ ഭാരവാഹികളുടെ സജീവ പങ്കാളിത്തത്തോടെ പരിപാടി വൻ വിജയമായി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.